ഇഷാൻ സർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വൈറ്റ് കോളർ ടെററിസം. യഥാർത്ഥത്തിൽ എന്താണ് ഈ വൈറ്റ് കോളർ ടെററിസം? ഇതിന്റെ ഒരു ഭാഗമായി എന്ന് പറയുന്ന ആളുകൾ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച വളരെ പ്രൊഫഷണലായ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇത്തരത്തിൽ ഈ വൈറ്റ് കോളർ ടെററിസം മാധ്യമ പ്രവർത്തകരിലേക്ക് കൂടി നീങ്ങുന്നു എന്ന വാർത്ത എത്രത്തോളം യാഥാർത്ഥ്യമാണ്? മാധ്യമ പ്രവർത്തകരും ഇത്തരത്തിൽ വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഭാഗമായി മാറുന്നുണ്ടോ? ചിലരെങ്കിലും എങ്ങനെ വിലയിരുത്താം? വൈറ്റ് ടെററിസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ വൈറ്റ് കോളർ ടെററിസം കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിലെ ഈ ആക്രമണത്തിന് ശേഷം മാധ്യമങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു പേരാ. പക്ഷെ അത് ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നതാണ് അർബൻ നക്സൽ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഉള്ള ചില ആൾക്കാർ അർബൻ നക്സൽ എന്ന് പറയുമല്ലോ. അത് അവർ പല ജോലി ചെയ്യുന്നവരായിരിക്കും, വിദ്യാഭ്യാസം ചെയ്യുന്നവരായിരിക്കും, വക്കീലന്മാരായിരിക്കും, എഞ്ചിനീയർമാരായിരിക്കും. ഇവരെയൊക്കെ ചിലപ്പോൾ കണ്ടിട്ടില്ലേ പിടിച്ചോണ്ട് പോയിട്ട് നക്സലേറ്റുകളാണെന്ന് പറഞ്ഞു. അതിന്റെ വേറൊരു വേർഷൻ ഇതിപ്പോ മതമൂല്യവാദികളുടെ കയ്യിലോട്ട് എത്തിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പം നമ്മുടെ ബോംബെ ഭീകരാക്രമണ സമയത്ത് പിടിച്ച ചില ഭീകരന്മാരെ ഒഴിച്ച്, അല്ലെങ്കിൽ ഈ കാശ്മീരിലെ ചില ഭീകരന്മാരെയൊക്കെ ഒഴിച്ച്, നമ്മൾ ഈ അമേരിക്കയിൽ ആക്രമണം വന്ന വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത അയാളുടെ വിദ്യാഭ്യാസം എത്ര വലുതായിരുന്നു? ഓരോരുത്തർക്കും പിടിക്കുന്നവന്മാരുടെ വിദ്യാഭ്യാസം എത്ര വലുതാണ്? ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അക്കാഡമിക് യോഗ്യതയാ. അതിനകത്ത് തലയ്ക്കകത്ത് ഈ ഭീകരവാദവും അല്ലെ തീവ്രവാദവും ഒക്കെ ഉണ്ടാവുന്നതിന് അതെന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ മേലിൽ ചെന്ന് 68 ഹൂതികളുടെ കൂടെ പൊറുക്കാം എന്നുള്ള രീതിയിലേക്കും, അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പുസ്തകം വായിച്ച് തലച്ചോറ് ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിനകത്ത് ഈ MBBS കാരനും വക്കീലും എഞ്ചിനീയറും ഒക്കെ ഉണ്ട്, ഈ വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് 0.5 മാപ്രകളുടെ കാര്യം 0.5, അതായത് ഇന്ത്യക്ക് അകത്തുള്ള, ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന, ഇന്ത്യയോട് യാതൊരു സ്നേഹവും ഇല്ലാത്ത ഇന്ത്യക്കാര ദേശസ്നേഹം ഈ പറയുന്ന പാകിസ്ഥാനോടൊക്കെ ഉള്ള ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ ഇന്ത്യൻ പൗരത്വമുണ്ട്. അവരാണല്ലോ ഇപ്പൊ ഈ ഡോക്ടർമാരെ വിഷം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കാറിടിച്ച് കയറ്റുന്നു, ഡോക്ടറുടെ ക്യാബിന് നോക്കുമ്പോൾ AK-47 ഇരിക്കുന്നു. പിന്നെ മാപ്രകളുടെ കാര്യം പറഞ്ഞു. ഇന്നലെ തൊട്ട് മാപ്രകൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥിരം മാപ്രകളുണ്ട്, അടുപ്പിയൂട്ടി ചർച്ച എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഭീകരവാദത്തെ വെള്ളപൂശുന്ന ഒരു ചാനൽ ഉൾപ്പെടെ ഉണ്ടല്ലോ, മീഡിയ വൺ ചാനൽ. സ്വാതന്ത്ര്യ സമര പോരാളികളെന്ന് ഹമാസിനെയും ഇവിടെ ആനപ്പുറത്ത് കയറ്റുന്നതിന് വേണ്ട രീതിയിലുള്ള പിന്തുണയും, ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട അല്ലെങ്കിൽ അവരുടെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന അവർ ഇന്നലെ ഇതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ ന്യായീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പലവട്ടം അല്ലെങ്കിൽ കഴിഞ്ഞ ചർച്ചയിലൊക്കെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇവിടുന്ന് സംഭവിക്കുന്നു എന്ന് അവർ ചോദിക്കുന്നു. എന്തുകൊണ്ട് ഇവിടുന്ന് സംഭവിക്കുന്നു? ബോംബെ ഭീകരാക്രമണ സമയത്ത് ഈ ഇവിടുത്തെ മോദി മഹാരാഷ്ട്രയിൽ വന്ന് അവിടെ ബോംബെ താജിന്റെ മുമ്പിൽ നിന്ന് പത്രസമ്മേളനം നടത്തിയില്ലേ? ഇവിടുത്തെ ഇന്റലിജൻസ് വീഴ്ചയാണ്, അല്ലെങ്കിൽ ഇന്റലിജൻസ് പ്രവർത്തനമാണ്. അദ്ദേഹം തന്നെയല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്? അദ്ദേഹം ഇങ്ങനെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഡൽഹിയിൽ ഇത് സംഭവിക്കുന്നു? ഡൽഹി ഇവനെ ഈ ചോദിക്കുന്നവൻ ചോദിക്കുക ഇതിന്റെ അപ്പം മോദി അന്നേരവും പ്രശ്നമാണ്, ഇന്ത്യ മൊത്തത്തിൽ വിഷയമാണ്, അതുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ള രീതിയിലേക്കാ ഈ അടുപ്പൂട്ടിക്കാരൻ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇവൻ മനസ്സിലാക്കേണ്ടത്, അതുപോലെ സ്ലീപ്പർ സെല്ലുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് ഭീകരന്മാരായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ? അവർ ഈ പറയുന്ന ഭീകരവാദം നാളെ കാലത്താകുന്ന അല്ലേ? അല്ലെങ്കിൽ അവർക്ക് ആ ചിന്തയില്ല. അതിനെയല്ലേ സ്ലീപ്പർ സെൽ? ഇയാളുടെ വ്യാഖ്യാനത്തിൽ സ്ലീപ്പർ സെൽ എന്ന് പറയുന്നത് ഭീകരവാദികൾ അല്ല എന്നാണ് ഈ പറയുന്ന മീഡിയ വണ്ണുകാരെ പറഞ്ഞത്. ഇവനും അങ്ങനെ പറയുമ്പോൾ ഇവനും സ്ലീപ്പർ സെല്ല. ഇവന്റെ മനസ്സിൽ ആലോചിച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അവൻ ഈ പറയുന്ന ഉദ്യമത്തിലേക്ക് ചെന്നില്ലല്ലോ എന്നാണ് ഇവന്റെ ന്യായീകരണം. അപ്പം ഇവന്റെ മനസ്സിലും ഈ പറയുന്ന പോലെ എങ്ങനെ ഭീകരവാദം നടത്താം, എങ്ങനെ ഭീകരവാദത്തെ വളർത്താം, എങ്ങനെ ഭീകരവാദിയെ പ്രൊമോട്ട് ചെയ്യാം, അവനെ എങ്ങനെ മുമ്പോട്ട് വിടാം എന്നുള്ള രീതിയിലൊക്കെ ചിന്ത ഉണ്ടല്ലോ. അപ്പൊ ഇവനെ സ്ലീപ്പർ സെല്ലിനകത്ത് പെടുത്തായി മീഡിയ വണ്ണുകാരെ. അവൻ തന്നെ സമ്മതിച്ചിരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ ഇതുപോലുള്ള പ്രശ്നം ഇപ്പൊ നരേന്ദ്രമോദി അന്ന് അതിന്റെ യാഥാർത്ഥ്യം ഇപ്പം യുവമരുന്ന് കുറയ്ക്കുന്ന പോലല്ല. 10-15 കൊല്ലം മാധ്യമ പ്രവർത്തനം നടത്തിയെന്നൊക്കെയാ ഇന്നലെ അവന്മാർ അതിനകത്ത് പറയുന്നത്. 15 കൊല്ലം മാധ്യമ പ്രവർത്തനം നടത്തിയതൊന്നും വകവെക്കാൻ പറ്റത്തില്ല. ബോംബെ ഭീകരാക്രമണ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്നത്തെ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയും കൂടെ തുലനം ചെയ്യണം. അറിയാൻ മേത്തോട് കേൾക്കാം. ആ സമയത്ത് ബോംബെ നമ്മളീ പറയുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, അല്ലെങ്കിൽ താജ് ഉൾപ്പെടെ കയറി ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്നപ്പോ ഇന്ത്യ ഗവൺമെന്റ് അറിഞ്ഞില്ല ഇത് ഭീകരവാദ പ്രവർത്തനം നടക്കുന്നതെന്ന്. പാകിസ്ഥാനിൽ നിന്ന് ആള് വന്നേന്ന് അറിഞ്ഞില്ല. ആ രീതിയിലേക്കുള്ള റിപ്പോർട്ടാണ് വന്നേ. അന്ന് അമേരിക്കയിൽ നിന്ന് വിളിച്ച് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അടുത്ത് പറയുമായിരുന്നു, നിങ്ങളുടെ ബോംബെയിൽ താജിൽ ഭീകരാക്രമണം നടക്കുന്നു, ആ താജിന്റെ മണ്ടയ്ക്ക് ഇസ്രായേലിന്റെ വിമാനം വന്ന് നിൽക്കുക, അവിടുന്ന് ഫോൺ വിളിക്കുക ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട്,
ഞങ്ങളുടെ ആൾക്കാർ താജിലുണ്ട്, ഞങ്ങൾക്ക് അവരെ രക്ഷപ്പെടുത്തണം, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന്. ഇതായിരുന്നു ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയുടെ അവസ്ഥ ഇതാണോ? ഇപ്പൊ ഇന്ത്യയുടെ അവസ്ഥ ഇതാണോ? ഓമാര് പറയുന്നുണ്ടല്ലോ, നരേന്ദ്രമോദിക്ക് ഇവിടെ കഴിവുകേട് കൊണ്ടാണ് സംഭവിച്ചത്. 9 ഡോക്ടർമാരെ ഈ പറയുന്ന പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഈ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട 9 ഡോക്ടർമാരെ, ഒരു വനിതാ ഡോക്ടറെ ഉൾപ്പെടെ, അവള് എന്തോ ജെയ്ഷെ മുഹമ്മദിന്റെ ഇവിടുത്തെ ചീഫ, അവളെ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ച ഉമർ നബി, എന്താ അവൻ പഠിച്ചിരിക്കുന്ന അൽ ഖലയിൽ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയില്ല, അവനാണ് അവനെ പൊട്ടിത്തെറിച്ചത്. അവന്റെ കൂടെയുള്ള 9 പേരെ രാജ്യത്തുടനീളമുള്ള പല പ്രദേശത്തുനിന്ന് പിടിച്ചു, സ്ഫോടക വസ്തുക്കൾ പിടിച്ചു, തോക്കുകൾ പിടിച്ചു, തിരകൾ പിടിച്ചു. അപ്പം ഇവൻ പാനിക്കായിട്ട് പോയി. ഇപ്പം പറഞ്ഞതുപോലെ അവൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അവന് ബോംബിന്റെ കംപ്ലീഷനിലേക്ക് പറ്റിയില്ല. ഇവന്മാരുടെ ദീപാവലിക്ക് ഉൾപ്പെടെ പൊട്ടിത്തെറിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ നമ്മുടെ ഓഗസ്റ്റ് 15-ന് പൊട്ടിത്തെറിപ്പിക്കുന്നതിന് വേണ്ടി പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇവിടെ ഇന്റലിജൻസ് വീഴ്ച ആയതുകൊണ്ടോ കുഴപ്പമായതുകൊണ്ടോ ആയിരുന്നെങ്കിൽ അന്നൊക്കെ ഇത് സംഭവിക്കുമായിരുന്നല്ലോ. അപ്പം ഇതിന്റെ പുറകെ വന്നപ്പോൾ ബാക്കി ഇനി എന്നെയാണ് പിടിക്കാൻ പോകുന്നത്, എനിക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ഇവൻ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള അവിടുന്ന് വണ്ടി കയറി പോരുക. എന്നിട്ട് വണ്ടി ഓടിച്ചു വരികയാണ്. അവനിപ്പോ തിരക്കുള്ളിടത്തോട്ട്, അല്ലെങ്കിൽ ഒരു സ്ഫോടനം ചാവേറാവാൻ ഉദ്ദേശിച്ചായിരുന്നെങ്കിൽ ഇവിടെ അബദ്ധത്തിലാണ് പൊട്ടിത്തെറിക്കുന്നത്. അവൻ എവിടെയെല്ലാം തിരക്കുള്ളിടത്ത് അവന്റെ മാപ്പ് ഇപ്പൊ മാധ്യമങ്ങൾ വെളിയിൽ കാണിക്കുന്നതനുസരിച്ചാണെങ്കിൽ അവൻ പലയിടത്തും ഹോൾഡ് ആയിട്ടുണ്ട്. പല പാർക്കിംഗ് ഏരിയകളുണ്ട്, മണിക്കൂറുകൾ പലയിടത്തും കിടന്നിട്ടുണ്ട്. അപ്പം ഇവൻ ഇത് പൊട്ടിത്തെറിക്കുന്നതിന് സ്ഫോടന വസ്തു കൊണ്ട് ഇവൻ കടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് ഇത് സ്ഫോടക സാധനമാണല്ലോ, അത് പൊട്ടിത്തെറിക്കുന്നു. അതിന്റെ യഥാർത്ഥ ഫോമിലേക്ക് വന്നായിരുന്നെങ്കിൽ ആ ഡൽഹി എന്ന് പറയുന്ന പ്രദേശത്ത് 6 കിലോമീറ്റർ ചുറ്റളവിൽ നാമാവിശേഷമായി പോയനെ. അത്രയ്ക്ക് സ്ഫോടശേഷിയുള്ള ഒരു അല്ലെങ്കിൽ കെമിക്കലാണ് ഇത്, അമോണിയം നൈട്രേറ്റ് എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയായിരുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലായിട്ട് മാപ്രകളും വരുമോ, ഈ ഡോക്ടർമാർ വരുമോ, എഞ്ചിനീയർമാർ വരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇവിടുത്തെ മാപ്രവകൾ തന്നെയാണ് ഇത്തരത്തിൽ ഇതിനു വേണ്ടിയുള്ള പ്രമോഷൻ നടത്തുന്നത്. മാപ്രകൾ നാളെ കാലത്തെ വന്നിരിക്കാം. നമ്മുടെ പല പ്രധാനപ്പെട്ട ആൾക്കാരെയും ഇതുപോലെ പണ്ട് കൊന്നിട്ടുള്ള രാജീവ് ഗാന്ധിയെ എടുത്തോണ്ട് ചെല്ലുന്നതിന് വേണ്ടി അന്ന് ഭീകരന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമം മാപ്രയായിരുന്നല്ലോ. നമ്മൾ കേട്ടിട്ടില്ലേ? അതിന്റെ പുറകിൽ മാപ്രയായിരുന്നല്ലോ. അപ്പൊ മാപ്രകൾ, ഇപ്പോഴത്തെ മാപ്രകൾ അത് അന്ന് അവർ ഉപയോഗിച്ചിരുന്ന മാനദണ്ഡം. അല്ലെങ്കിൽ VIP കടന്നു ചെല്ലാൻ ഏറ്റവും പരിശോധന കുറവുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങളാണെന്നുകൊണ്ട് കടന്നു ചെല്ലുന്നുണ്ടാ മതി. പക്ഷെ ഇവിടെ ഇപ്പം ചില മാപ്രകൾ, അടുപ്പുകൂട്ടി ചർച്ചക്കാർ, ഈ പ്രമോഷൻ ഇതിന്റെ ആൾക്കാർ ലോകത്തുടനീളം നടത്തുന്നതിന് വേണ്ടി വേണ്ട രീതിയിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളും അതിനെ ഉത്തേജിപ്പിക്കും. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പോലും ഇതുപോലെ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ നടത്തിയാൽ അത് വലിയ ഇമേജ് ആണെന്നും അത്തരത്തിലുള്ള ആൾക്കാർ വലിയ മഹാത്മാഗാന്ധിമാരുടെ കൂട്ടുള്ള ആൾക്കാരാകും എന്നുള്ള രീതിയിലൊക്കെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ചില മാധ്യമപ്രവർത്തകരുണ്ട്. നമ്മളീ പറയും മീഡിയ മണ്ണ് പോലെയുള്ള ചില മാധ്യമപ്രവർത്തകർ. അവർക്കറിയാമല്ലോ, പലയിടത്തും ഹമാസിനെയും അല്ലെങ്കിൽ ആ ഹമാസിനെ ആനപ്പുറത്ത് കയറ്റുന്ന ഇവിടുത്തുകാരെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡോക്ടർമാർ പലരും പിടിയിലായി. ഇപ്പൊ പല ഡോക്ടർമാരും നിരീക്ഷണത്തിലാണ്, പല മേഖലയിലും ഡീപ്പായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പുറകിൽ ഇതിന് പ്രൊമോഷൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ എല്ലാ മാധ്യമ പ്രവർത്തനത്തെയും പ്രൊമോഷൻ കൊടുക്കുന്ന, ഈ ഡോക്ടറെ പിടിച്ചതും ഭീകരവാദ പ്രവർത്തനമാണെന്നും പൊട്ടിത്തെറിയൊക്കെ നടന്നപ്പോഴും അങ്ങനെ ചിലത് പറയുന്നു, അതിന് വ്യക്തതയില്ലെന്ന് പറയുന്ന മീഡിയ വണ്ണുകാർ പോലെയുള്ളവരും ഇവനെ നാളെ കാലത്തെ ഇതിന്റെ ഭാഗമായിട്ട് തൂക്കിയാലും അതിശയപ്പെടാൻ ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നീക്കമാണ് വരുന്നത്. അതിവിദൂരമല്ലാതെ ഈ പറയുന്ന നമ്മുടെ കോടതികളൊക്കെ ചില കാര്യങ്ങൾക്കകത്ത് ചില പോരായ്മകൾ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ സംരക്ഷിച്ചതിന്റെ പേരിൽ മാത്രം ഇപ്പം മാധ്യമ പ്രവർത്തനവും അല്ലെങ്കിൽ ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ഈ മീഡിയ. നേരത്തെ അറിയാലോ, നമ്മുടെ എല്ലായിടവും ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഇവന്റെ ബന്ധങ്ങളും ഇവന്റെ ഫണ്ടും ഇവൻ കാണിച്ച രാജ്യവിരുദ്ധ പ്രവർത്തനവും രാജ്യദ്രോഹ പ്രവർത്തനവും എടുത്തു കാണിച്ച് ഓരോ കോടതിയിലും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ഒരു മാന്യനുണ്ടായിരുന്നു, നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ഇദ്ദേഹത്തിന് മാധ്യമമാണ്, 4 കാലാണ്, അതിനകത്ത് ഒരു തൂണാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തു. ഇവന്റെ പ്രവർത്തനം തോന്നിട്ട് അന്നോട്ട് ഇന്ന് വരെ അറിയാം. അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ അജണ്ട കാണും. ഞാനിപ്പോ അതിനെപ്പറ്റി എനിക്ക് വ്യക്തമില്ലാത്തൊന്നും പറയുന്നില്ല. ഏതായാലും നല്ല വൃത്തിയായിട്ട് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഇവൻ പറഞ്ഞതുപോലെ പണ്ട് നരേന്ദ്രമോദി എന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഇന്ത്യ അല്ല, മീഡിയ വണ്ണുകാരൻ അതുകൂടെ പറഞ്ഞു കൊടുക്കണം. അന്ന് ഇന്ത്യക്കകത്ത് ഭീകരാക്രമണം നടക്കുന്നെന്ന് പോലും അറിയാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. പക്ഷേ ഇന്ന് തൂക്കിക്കൊണ്ടിരിക്കുക. ഇസ്രായേലിന് പോലും സംഭവിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പഴുത് പറ്റി അവരുടെ പ്ലാനിങ് തെറ്റി
കൂടെയുള്ളവനെ എല്ലാം പിടിച്ചു, പാനിക്കായിട്ട് പൊട്ടിത്തെറിച്ചതല്ല, അതുകൊണ്ട് ഓടിയപ്പോൾ അവിടെ വെച്ച് പൊട്ടിത്തെറിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വാർത്തയാണ് വരുന്നത്. ഇനി അതിന്റെ പുറകിലുള്ള ആരൊക്കെ എന്തൊക്കെ എവിടൊക്കെ എല്ലാം പിടിക്കും, ഗൂഢാലോചനയും പിടിക്കും, അതിനുശേഷം അതിനുള്ള നീക്കുപോക്കുകളും ഒക്കെ നടത്തും. അപ്പം മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞ പുറംചട്ട അല്ലെങ്കിൽ സേഫ് ചട്ട ഗർഭപാത്രം പോലെ സുരക്ഷിതമാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഈ മീഡിയ വൺകാരൻ വിചാരിച്ചാൽ മതി, ഇവിടെ മര്യാദയ്ക്കല്ലെങ്കിൽ BBC പോലും സ്ഥാനമില്ലാത്ത സ്ഥലമാണ്. നീ അതുകൊണ്ട് ഇരുന്ന് മെഴുകുമ്പോൾ വളരെ കൃത്യമായിട്ട് ഒന്ന് ആലോചിച്ചും നോക്കിയും കണ്ടും ഒക്കെ മെഴുകുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിന്റെ ഒരു തിരിച്ചടി ഏതൊക്കെ മേഖല 2.5 ആണ് നമ്മുടെ ശത്രുക്കളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനകത്ത് 0.5 പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന ഒരാള് അല്ലെങ്കിൽ ആ 0.5 വരുന്ന ആള് തന്നെയാണ് ഈ പറയുന്ന മീഡിയ വൺ പോലെയുള്ള ചാനൽ. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. എത്ര ന്യായീകരിച്ചാലും അതിനകത്ത് ഒരു ന്യായീകരണവുമില്ല. ബാക്കി 2 എന്നുള്ളത് ആരാണെന്നുള്ള കാര്യം കൈകാര്യം ചെയ്തുകൊള്ളും. ഏതായാലും ഇതിന് വ്യക്തത വരുത്തി കൃത്യത വരുത്തി പോകും. വൈറ്റ് കോളർ എന്ന് പറയുന്ന ടെററിസം, ഇപ്പൊ 2 ദിവസം കൊണ്ട് മാധ്യമങ്ങളിട്ടാണ് വൈറ്റ് കോളർ എന്നല്ല, ടെററിസത്തിന് ഒരു കോളറും ഇല്ല, ഒറ്റ കോളറേ ഉള്ളൂ. ആൾക്കാരെ ചുമ്മാതെ കൊന്നൊടുക്കുക, അല്ല അനാവശ്യമായിട്ട് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അവൻ ഡോക്ടർ ആയാലും അവന് മൃഗത്തിന്റെ സ്വഭാവ, എഞ്ചിനീയർ ആയാലും മൃഗത്തിന്റെ സ്വഭാവ, ഉസ്താദായാലും മൃഗത്തിന്റെ. ഇപ്പൊ ഇന്നലെ ഉസ്താദിനെ പിടിച്ചിട്ടുണ്ട്, മതപ്രഭാഷണക്കാരനെയൊക്കെ പിടിച്ചിട്ടുണ്ട്, എല്ലാം തൂക്കിയിട്ടുണ്ട്, കൃത്യമായിട്ട് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞില്ലല്ലോ, നാട്ടുകാർ പറയട്ടെ. നരേന്ദ്രമോദി പറഞ്ഞില്ലേ ഭീകരപ്രവർത്തനമാണ്, നാട്ടുകാർ പറയണം ഇത് ഭീകരപ്രവർത്തനമാണോ. വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതുവരെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. കാലവാള് പൊക്കിയ അതുപോലും മോദി പൊക്കിച്ചാന്ന് പറയുന്നതിന് ഇതുവരെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. 2.5 അത് നമുക്കത് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ കാര്യത്തിനകത്തും. അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിന്റെ അടുപ്പ് മിക്കവാറും നിന്നെ അടുത്ത് വെച്ച് അടുപ്പ് കൂട്ടാനുള്ള സാധ്യത കേന്ദ്രം നോക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മര്യാദയ്ക്കൊക്കെ വർത്തമാനം പറഞ്ഞാൽ കൊള്ളാം, അതാണ് അതിന്റെ ഒരു അവസ്ഥ. എന്തായാലും വൈറ്റ് കോളർ ടെററിസം എന്ന പേരിൽ രാജ്യത്ത് ടെററിസത്തിന്റെ ഒരു വിഭാഗം ആളുകളെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. മാധ്യമപ്രവർത്തകർ ഈ രീതിയിൽ ഇത്തരത്തിൽ ഒരു ടെററിസം തങ്ങളുടെ വാക്കുകൾ കൊണ്ട് നടത്തുന്നുണ്ടോ എന്നതും ശ്രദ്ധേയമാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശംസ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.